हे गाइस वेलकम बैक टू आवर चैनल। तो हम लोग एक्शन हीरो बिज्जू के एक और नए पार्ट के साथ आ गए हैं यार। तो बहुत ही फनी केसेस आ रहे हैं फिलहाल तो यहाँ पे, और बिज्जू जी बहुत अच्छे से सॉल्व भी कर रहे हैं। एग्जैक्टली उनका वो जो कोकोनट वाला है आइडिया, वो तो बहुत ही ज्यादा कमाल का है। वही, बाकी उनके पास एक नया प्रिजनर आया है जो कि बहुत ही फनी है। ठीक है, बाकी देखते हैं कि इस पार्ट में क्या होता है। सोफिया आप ही देखिए, हम भी देखते हैं। लेट्स स्टार्ट। എന്താടാ എങ്ങനെയുണ്ട് നിന്റെ ചൊറിച്ചില്? വല്ലാത്ത ചൊറിഞ്ഞില്ലേ സാറേ, ചൊറിഞ്ഞു കഴിഞ്ഞ് വല്ലാത്ത പോകച്ചില് സാറേ, പരലോകം കണ്ടു സാറേ. നീ ഇനി ഷഡ്ഡിടാണ് പുറത്തിറങ്ങൂടാ. ഷട്ടിയില്ലാതെ എൻ്റെ ആയുസിൽ ഞാൻ ഇനി പുറത്തിറങ്ങൂല സാറേ. 2 ഷട്ടിയെങ്കിലും ഇട്ടോണ്ടേ ഞാൻ പുറത്തിറക്കി. പിന്നെ ചെറിയൊരു മരുന്ന് കൂടി ഉണ്ട് സാറേ. അയ്യോ മോളോട് നീ വലിയ പാട്ടുകാരനാണല്ലേ? ഇനി ഞാൻ പാടില്ല സാറേ. നീ പാടണം. നീ നേരത്തെ പാടിയ പാട്ടൊന്ന് പാടിക്കേ സാറേ. ഇതൊന്നും അഴിക്കാൻ പാടില്ല സാറേ. അതിനാ പൊട്ടിപ്പാടാം സാർ. वाह, ड्रम बजाएगा और गाना भी गाएगा। മിനി ഒന്ന് അയച്ചു കൊടുത്ത്. സാറേ ഒന്ന് ഇരുന്നോട്ടെ സാറേ. ഇരിക്കേ സാറേ ചായ. സാറെന്താ ഇവിടെ ഇരിക്കണം? ചുമ്മാ. നീ എവിടെ ഇരി? വേണ്ട സാർ. ആ നീയും പാട്ടുകാരനല്ലേ, ഇരിക്കടാ. ആ തുടങ്ങി. यार शानदार। बहुत बना दिया अंकल ने तो। शानदार यार, बता क्या यार। वाह यार, क्या बोले, बैंगल मिलेगा। वाह वाह वाह, पूरा पुलिस स्टेशन इकट्ठा हो गया यार। മിനി മിനി പിടിച്ച സെല്ലിട്ടേക്ക്. സാറേ തന്നെ വാടാ. ഞാൻ ഇനി ഒരു കുഴപ്പവും കാണിക്കില്ല. करीबी तो पड़ना पड़ेगा। साइमन वाला केस नहीं हुआ ना सॉल्व अभी तक? എന്താ അതിൻ്റെ അത്? सॉरी सेंसर वाला। अच्छा ഒരു കോഴ്സില്ലാതെ നിൽപ്പണില്ല. നിനക്ക് എത്ര പിള്ളേരുണ്ടാ? 2 പള്ളി. എന്ത് പ്രായേ? 16, 14. അവർക്ക് നീ കാലത്ത് എന്താണ് തിന്നാൻ കൊടുക്കുന്നത്? പുട്ട്, ഇഡലി. ഇഡലിയുടെ കൂടെ ചമ്മന്തിപ്പടിക്ക് വരുന്ന ഇതാണോ കൊടുക്കുന്നത്? ഇല്ല ഇല്ല. ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് നീ കുറച്ച് എടുക്കാറുണ്ടോ? ഇല്ല വൈകിട്ട് കഞ്ഞിയുടെ കൂടെ? ഇല്ല. അപ്പൊ നിനക്കറിയാം ഈ സാമാനം കഴിച്ച ക്യാൻസർ വരുമെന്ന് നിനക്കറിയാം അല്ലടാ. നാട്ടുകാരുടെ പിള്ളേരെ ഒരു അസുഖം ചത്തോട്ടല്ലേ? എന്താണ് അതിന്റെ നാവിറങ്ങിപ്പോയോ? എടാ നിന്നോട് ചോദിച്ചേ. ഞാൻ ചോദിച്ചല്ലേ, ഉത്തരം പറയടാ. भाई अंकल क्या लगी है। നമസ്കാരം, ടൗൺ പോലീസ് സ്റ്റേഷൻ. എവിടെ? എപ്പോ എപ്പോ? ആ സാറേ, വെണ്ടുരുത്തി പലതിൽ ഒരു പെണ്ണ് വെള്ളത്തിൽ ചാടിയിരുന്നു.
എന്താണ് സംഭവിച്ചത്? ആക്ച്വലി ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ബൈക്കിൽ ഇതൊരു പാസ് ചെയ്യായിരുന്നു. ഞങ്ങളൊക്കെ പോയി ഒരു സ്ത്രീ ഒരു കൊച്ചിനെടുത്ത് വെള്ളത്തിലേക്ക് എറിയുന്നു. പുറകെ അവരും എടുത്ത് ചാടി. എന്റെ ഫ്രണ്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി എടുത്ത് ചാടി. അവരെയും കൊണ്ട് അങ്ങോട്ട് നീന്തി പോയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? സാർ ഞാൻ നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട് നേവിയിലാണ്. ഈസ് എ ഗുഡ് സ്വിമ്മർ. സാർ ദോ അവിടെ ഒരു ബോട്ട് കാണുന്നില്ലേ, അവർ ആ ഡയറക്ഷനോട്ടാണ് സ്വിം ചെയ്യുന്നത്. ഇതെന്താണ് സാർ ഇതാ ലേഡിയുടെ ബാഗാണ്. നമ്പർ നമ്പർ പറഞ്ഞു 9895284084. കൺട്രോൾ 18 മൊബൈൽ. ആ ബോട്ട് എങ്ങോട്ടാണ് അടുപ്പിക്കുന്നതെന്ന് വല്ല ഇൻഫർമേഷൻ കിട്ടിയോ? എടാ വണ്ടി റോറോ ജെറ്റിലേക്ക് വിട്. സാറേ ഈ ബാഗ് ഒന്ന് ചെയ്താലോ? ആ നെയ്ക്കാരൻ തന്നാ. ഓ സൂയിസൈഡ് നോട്ടാണല്ലോ, ഒന്ന് വായിച്ചേ. സ്നേഹമുള്ള എല്ലാവർക്കും, എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല, എല്ലാവരോടും ഇഷ്ടമേ ഉള്ളൂ, എന്നെ വെറുക്കരുത്. കുഞ്ഞുമോളെയും കൊണ്ട് ഞാൻ പോകുന്നു. രാജീവ് വേണോട്, കുഞ്ഞേട്ടാ എനിക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇഷ്ടം പോലെ ജീവിക്കുക. അടുത്ത ജന്മം ഒരുമിച്ച് ജീവിക്കണം. എൻ്റെ അച്ഛനും അമ്മയും എന്നോട് പൊറുക്കണം, എന്നെ വെറുക്കരുത്. ഇത് എഴുതിക്കൊള്ളവരുടെ ഒരു മാനസികാവസ്ഥ. വല്ല പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. ബ്ലോക്കാണല്ലോ. ആംബുലൻസ് ആണല്ലോ. വണ്ടി ക്ലിയർ. ഇത് എവിടുന്ന് വരുന്ന ആംബുലൻസ് ആണ്? റോറോലെട്ടിയിൽ വെള്ളത്തിൽ വീണ സ്ത്രീയാണ് സാറേ. ഇവരുടെ കൂടെ ഒരു കൊച്ചുണ്ടായിരുന്നു. കൊച്ചിനെ കിട്ടിയോ? കൊച്ചു മരിക്കുന്നത് തോന്നണം സാറേ. സ്ത്രീയെ മാത്രം ആംബുലൻസ് കയറ്റി വിട്ടെന്നാണോ? ആ കൊച്ചിനെ ഇനി കിട്ടിയില്ലായിരിക്കും. ആ കുട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീക്കെതിരെ മർഡർ കേസാണ്. കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് എന്താണ്? കുട്ടി മരിച്ചു പോയി സാർ. ബോഡി എടുക്കാറ്. കുട്ടി മരിച്ചു നിങ്ങളാണ് സ്ഥിരീകരിച്ചത്? ഡോക്ടറല്ലേ പറയേണ്ടത്? सही बात है, कैसे पता जब चेक तो किया नहीं। कितनी बड़ी गलती हो गई। कुछ की लग तो रहा है शक्ल। സോറി സർ, റിവൈവ് ചെയ്യാൻ സാധിച്ചില്ല. മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തു. സാധാരണ വെള്ളത്തിൽ വീഴുന്ന കേസുകൾ ഒരു 10-15 മിനിറ്റ് ശ്വാസം ഇല്ലാതിരുന്നാൽ പോലും ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ഇതൊരു പക്ഷേ ഒരു 10 മിനിറ്റ് മുൻപ് കൊണ്ടുവന്നിരുന്നില്ല. सिर्फ 10 मिनट। എന്താണ് സാറേ അവരെ രക്ഷിക്കാൻ ചെടിയാ നേവിക്കാരനെ ഇപ്പൊ കാണുന്നില്ല. സാർ അവനെ ഇപ്പം കാണുന്നില്ല സാർ. അവനാണ് അവരെ രക്ഷപ്പെടുത്തിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ സാർ? ഒരു മിനിറ്റ്. ഹലോ സാർ, ഹോസ്പിറ്റലിലാണുള്ളത്. അമ്മ രക്ഷപ്പെട്ടു. അപ്പൊ കുഞ്ഞ് കുട്ടി മരിച്ചുപോയി സാർ. ഓ സാർ ഇപ്പോൾ അതല്ല പ്രശ്നം. ഈ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി ചാടി ഒരു നേവി ഉദ്യോഗസ്ഥനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ഫ്രണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാതെ CASFന്റെ ബോട്ടിൽ കയറിയല്ലേ അവർ രക്ഷപ്പെടുത്തിയത്? നിങ്ങൾ അവിടെ അന്വേഷിക്കുക. നോക്കൂ സാർ, ഐ വിൽ കോൾ യു ബാക്ക്. അത് നിങ്ങൾക്ക് അവന്റെ മൊബൈൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിക്കൂടെ? സാർ അവന്റെ മൊബൈൽ എന്റെയിലാണ് സാർ. അവൻ ചാടാൻ നേരത്തെ എന്റെ തന്നായിരുന്നു. ഇപ്പൊ എല്ലാവരും ഇതിൽ വിളിച്ചോണ്ടിരിക്കുകയാണ്. എന്ത് പറയണമെന്ന് എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കേ. ഇവര് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ? പേഷ്യന്റ് സെമി കോൺഷ്യസ് ആണ്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പാലത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടി ഒരാളെ കൂടെ ചാടിയിരുന്നു. അയാളെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഹലോ ഹലോ, നിങ്ങളുടെ കുഞ്ഞ് സേഫാണ്. നിങ്ങളുടെ കുഞ്ഞിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. നിങ്ങൾ രക്ഷിച്ചാൽ ഇപ്പോൾ കാണുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അയാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം അറിയാമോ? നിങ്ങൾ ബോട്ടി കയറ്റിയപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓർമ്മ കിട്ടുന്നുണ്ടോ? वो CSF ऑफिसर का नंबर बोलिए.
പറയുന്നത് അവർ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ രണ്ട് കൈ താന്നു പോകുന്ന പോലെ തോന്നിയതാണ്. എന്ത് പറഞ്ഞു സാർ? പേടിക്കണ്ട, അയാൾ ഏതെങ്കിലും ഒരു ബോട്ടിലോ എവിടെയെങ്കിലും അയാൾ കയറിയുണ്ടാവും. സാർ എന്തോ അപകടം പറ്റിയിട്ടുണ്ട് സാർ. നീ ഇൻഫോം ചെയ്താൽ മതി, ഞാൻ ചാടിക്കൊള്ളാം എന്ന് പറഞ്ഞ അവൻ ചാടിയത്. ഇല്ലെങ്കിൽ ഞാൻ ചാടിയനെ. കൊച്ചിൻ പോർട്ടസിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ സാർ? അവിടെ കോസ്റ്റ് ഗാർഡ് ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ ഇത്രയും സമയമായില്ലേ? Obviously भाई, but गया तो गया, कहाँ गया? ये तो ഈ ഇൻഡിപെൻഡൻസ് ഡേയിൽ നമ്മളോട് സംസാരിക്കാനായി ടൗൺ സബ് ഇൻസ്പെക്ടർ ബിജു പൗലോസ് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ നേരുകയാണ്. സ്കൂൾ ജീവിതമെന്ന ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഒരു ഓർമ്മ പറയാം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ എന്തോ തല്ലോളത്തരം കാണിച്ചതിന് എൻ്റെ ക്ലാസ് ടീച്ചർ സിസിലിക്കുട്ടി ടീച്ചർ ചൂരിൽ വെച്ച് തുടക്കിയിട്ട് നല്ല അടി തന്നു. വൈകുന്നേരം വീട്ടിൽ ചെന്ന് അമ്മയാണ് എന്നെ കുളിപ്പിക്കുന്നത്. അപ്പോൾ തുടയിൽ തല്ലിൻ്റെ പാട് കാണും. ടീച്ചർ തല്ലിയതാണെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടായിരിക്കുമല്ലോ. വീട്ടിൽ നിന്നും കിട്ടും ചീത്തയും തല്ലും. ഞാൻ പനിയാണെന്ന് പറഞ്ഞ് അന്ന് കുളിച്ചില്ല. പിറ്റേ ദിവസം നോക്കിയപ്പോഴും പാട് പോയിട്ടില്ല. അന്ന് ഞാൻ കുളിച്ചില്ല. പക്ഷെ അതിൻ്റെ പിറ്റേ ദിവസം അമ്മ കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, ക്ലാസ്സിൽ എല്ലാവർക്കും തല്ല് കിട്ടി, എനിക്കാണ് ഏറ്റവും കുറവ് തല്ല് കിട്ടിയെന്ന്. ഇനി അഥവാ എന്നെ തല്ലിയെന്ന് പറഞ്ഞാലും സിസിലിക്കുട്ടി ടീച്ചറുടെ അടുത്ത് എൻ്റെ അച്ഛനമ്മയും പോയി ചോദിക്കില്ലായിരുന്നു എന്തിനാണ് എൻ്റെ മകനെ തല്ലിയത്. ഇന്നും ടീച്ചറെ കാണുമ്പോൾ അമ്മ പറയും, ടീച്ചറുടെ അനുഗ്രഹം കൊണ്ട് അവന് നല്ലതേ വന്നിട്ടുള്ളൂ. ഇന്ന് കാലം മാറി. വിദ്യാർത്ഥികളെ അധ്യാപകർ തല്ലുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് കംപ്ലയിൻറ്റ്സ് എൻ്റെ പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നുണ്ട്. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്, അധ്യാപകരുടെ ശിക്ഷണത്തിന് സ്നേഹത്തിൻ്റെ ഒരു രക്ഷാ കവചമുണ്ട്. നാട്ടുകാരും പോലീസുകാരും നൽകുന്ന ശിക്ഷയ്ക്ക് ഈ സ്നേഹത്തിന്റെ കവചം ഉണ്ടാവില്ല. പണ്ടൊക്കെ സ്കൂളിൽ ബെഞ്ച് കയറ്റി നിർത്തുമ്പോൾ, കൂട്ടുകാർ കളിയാക്കുമ്പോൾ നമുക്ക് സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരു കരുത്തും ഒരു റെസിസ്റ്റൻസും ഒക്കെ നമുക്ക് എവിടെ നിന്ന് ലഭിക്കുമായിരുന്നു. ഞാനിതിവിടെ പറയാൻ കാരണം, ഞാൻ ഇന്നലെയും കൂടി ഒരു ആത്മഹത്യ കണ്ടു. ഒരു സ്ത്രീ ഒരു കുഞ്ഞുമായി വെണ്ടുരുത്തി പാലത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി. കുഞ്ഞു മരിച്ചു. അവരെ രക്ഷിക്കാൻ ചാടിയ മിടുക്കനായ ഒരു നെയ്വുദ്യോഗസ്ഥനെ കാണാതായി. പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്തില്ലാതാവുമ്പോഴാണ് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. ഏത് സാഹചര്യത്തെ നേരിടാനുള്ള ധൈര്യവും പറന്ന് ലോകം കീഴടക്കാനുള്ള കരുത്തും നിങ്ങൾക്ക് സ്കൂൾ ജീവിതത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത്. അത് നിങ്ങൾക്ക് അധ്യാപകരുടെ അനുഗ്രഹത്തോടെ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. कितनी अच्छी स्पीच दी है ना उन्होंने लास्ट में, लेकिन वो वाला पार्ट बहुत गंदा था जहाँ पर उसकी लड़की की डेथ हो गई. वही मतलब उसने बहुत गलत स्टेप लिया, लेकिन मुझे ना वो वाला पार्ट भी बहुत फनी लगा जहाँ पे वो ड्रंक वाला था. आज भी भाई थप्पड़ मार दिया उसको. तो बहुत मतलब ये तो है कि मतलब जो जिस CASF ने ऑफिसर ने साथ में जम किया वो नहीं मिल रहा है. पता नहीं वो कहाँ पे है. और वो पता नहीं थक गए उसको ढूंढते हुए, कोई आइडिया नहीं किधर गया. बाकी देखते हैं अगले पार्ट में क्या होगा. फिलहाल तो मूवी अच्छी चल रही है. तो गाइस ये था हमारा रिएक्शन. आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा. अगर अच्छा लगे तो प्लीज इस वीडियो को लाइक करिए, शेयर करिए, कमेंट करिए. और अगर इस चैनल पे नहीं तो सब्सक्राइब करिए. बाकी हम लोगों ने अपना इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया, अगर फॉलो करना चाहते हो तो कर सकते हो. तो मिलते हैं एक और न्यू पार्ट के साथ. तब तक के लिए बाय.